എല്ലാവരും കാത്തിരുന്ന യൂറോപ്പ കോൺഫറൻസ് ലീഗിന്റെ ഫൈനൽ അതാ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഫുട്ബോൾ ലോകം മുഴുവൻ ആഗ്രഹിച്ചിരുന്നത് റയൽ ബെറ്റിസിന്റെ ഒരു വിജയമായിരുന്നു. കാരണം ചാമ്പ്യൻസ് ആകുക, അല്ലെങ്കിൽ ചെൽസി ചാമ്പ്യൻസ് ആകുക, ചെൽസി കപ്പടിക്കുക, അത് ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് റിയൽ ബെറ്റിസിനെ സംബന്ധിച്ച് അതൊരു ഭയങ്കര വലിയ പുതുമയാർന്ന ഒരു സംഭവമായിരുന്നു. അവരുടെ ആദ്യ കിരീടം അത് അവരുടെ ഒരു മോഹമായിരുന്നു. അത് ആന്റണിയിലൂടെ അവർ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ അത് എന്തായാലും അവസാനം നമ്മൾ കലോടക്കിയാന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഒരു സംഭവമായി പോയി. ഒരു 65 മിനിറ്റ് വരെ എല്ലാം ഓക്കെ ആയിരുന്നു. അതുവരെയുള്ള മാച്ച് നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം. ആദ്യത്തെ 9ാമത്തെ മിനിറ്റിൽ തന്നെ റയൽ ബെറ്റിസ് സ്കോർ ചെയ്തിരുന്നു 1-0. പക്ഷെ റയൽ ബെറ്റിസ് കട്ടക്കി കളിച്ചു എന്നുള്ളതാണ് 65 മിനിറ്റ് വരെ. അതായിരുന്നു കളി. ഭയങ്കര കോമ്പറ്റീഷൻ എന്ന് വെച്ചാല് ആദ്യത്തെ അവര് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗോൾ ഇടുക, പിന്നീട് ഡിഫൻസ് ചെയ്യുക എന്നുള്ള പക്ക ഒരു പ്ലാനിലാണ് റയൽ ബെറ്റിസ് കളിച്ചത് എന്നുള്ളത് നമുക്ക് കളി കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാരണം ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ ഭയങ്കര അറ്റാക്കിംഗ് ആയിരുന്നു. ശരിക്കും ഭയങ്കര അറ്റാക്കിംഗ് ആയിരുന്നു. നന്നായിട്ട് ചെൽസി പെട്ടിരുന്നു ആദ്യ സമയത്ത്. ചെൽസി ശരിക്കും പെട്ടു. പക്ഷെ ആ അറ്റാക്ക് അവര് എന്താ പറയുക, അറ്റാക്കിലൂടെ അവർ ഗോൾ കണ്ടെത്തുകയും ചെയ്തു. അവരുടെ പ്ലാനിങ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് അവർ ഡിഫൻസിലേക്ക് പോയി. മാക്സിമം ചെൽസി ഇല്ലടാ ഞങ്ങൾ തരില്ല, ഈ കപ്പ് ഞങ്ങൾക്ക് വേണം എന്ന ഒരു മെന്റാലിറ്റിയിലായിരുന്നു ശരിക്കും റയൽ ബെറ്റിസിന്റെ ഓരോ പ്ലേയേഴ്സും കളിച്ചിട്ടുണ്ടായിരുന്നത്.